ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അറിയോ? ഇന്ന് വെറുതെ ഇരിക്കുക, ഒരു പരിപാടിയും ഇല്ലാത്തൊരു ദിവസമാണ്. നമ്മളിപ്പോൾ നാട്ടിൽ എൻ്റെ വീട്ടിലാണല്ലോ, അപ്പം ഇന്ന് വെറുതെ റെസ്റ്റ് ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് എൻ്റെ വീടും പരിസരവും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇതാണ് എൻ്റെ വീട്. ഒരു ഏകദേശം എൻ്റെ വയസ്സ് പ്രായമുള്ള വീടാണ് കേട്ടോ, പഴയ വീടാണേ. ഞാനും ഈ വീട് ഒരുമിച്ചാണ് ജനിച്ച് വളർന്നത്. ഇനി നമുക്ക് അകത്തേക്ക് പോട്ടോ. അകത്തേക്ക് പോകുമ്പോൾ ഫുള്ളിൻ്റെ കലാവിരുതാണ്. ഈ കാണുന്ന പച്ചയും ആ കാണുന്ന ഡെക്കറേഷനും ഐറ്റംസും ഒക്കെ ഞാൻ ഉണ്ടാക്കിയ കേട്ടോ. ഈ വീട്ടിൽ എന്തൊക്കെ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ സാധനം ഞാൻ മറ്റേ പേപ്പറും ഇതൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. ഈ പെയിൻറ്റും അടിച്ചത് ഞാൻ കേട്ടോ. ഈ ചുമരിന് മൊത്തം ഗ്രീൻ കളർ കൊടുത്തത് ഞാനാണ്. പിന്നെ ഈ കുപ്പി ഇത് എനിക്കൊരു സമയത്ത് എല്ലാവർക്കും ഇല്ല, ഇതിനൊരു സമയത്തൊരു ഈ കുപ്പിയിൽ എന്താ പറയുക, ഈ ആർട്ട് അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു ഈ പ്രാന്ത്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ കാണുന്ന ഫ്ലവർ വേസ് ഇത് ഞാൻ സ്വന്തം കൈകൊണ്ട് ചിരട്ട തല്ലിപ്പൊടിച്ച് ഉണ്ടാക്കിയതാണേ. പിന്നെ ഇത് ഞങ്ങൾ ഓണാഘോഷ പരിപാടിക്ക് കമ്പ വലിച്ച് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം നേട്ടമാണ് കേട്ടോ ഇത്. ഇനിയാണ് വരാൻ കിടക്കുന്നത്. ഇതാ കണ്ടു ഗൈസ്, ഞാൻ മൊത്തം പണി കഴിപ്പിച്ചെടുത്ത എൻ്റെ ചുമരാണിത്. മൊത്തം ഞാൻ തന്നെ ഇരുന്ന് പെയിൻ്റ് അടിച്ച് ഇതൊക്കെ ഞാൻ തന്നെ, ടെക്സ്ചർ വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. അതൊക്കെ ഒരാഴ്ച 3-4 ദിവസത്തെ എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഈ വീട് മൊത്തം എൻ്റെ ഒരു പരീക്ഷണശാലയാണ് കേട്ടോ. ഇവിടെ എന്ത് പരീക്ഷിക്കുന്നു ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയി ചെയ്യൂലേ, ഇവിടെ ഞാനിങ്ങനെ പലതും ചെയ്തു വെക്കും. ഇനി നമുക്ക് ഞാൻ എൻ്റെ ബെഡ്റൂം കാണിച്ചു തരാം. ഇതല്ല കേട്ടോ, ഇതാണ് എൻ്റെ ബെഡ്റൂം. ഒരു 10-20 വയസ്സ് വരെ ഞാൻ എൻ്റെ ലോകം ഇതതിനെ. ഞാൻ എൻ്റെ കിടപ്പും പഠിക്കലും എല്ലാം ഈ ഒരു സ്ഥലത്തായി നടന്നുകൊണ്ടിരുന്നത്. നമ്മളെ ഭയങ്കര ഓർമ്മകളുള്ള സ്ഥലമായിരിക്കല്ലോ. പിന്നെ ഈ വാള് കണ്ടോ, ഇതും എൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാനും മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കിയെടുത്തതാണ്. ഇതൊന്നും ഈ ഫോട്ടോസൊന്നും ഞങ്ങൾ ഫ്രെയിം ചെയ്യിച്ചൊന്നുമല്ല, ഞങ്ങൾ തന്നെ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തെർമോക്കോളൊക്കെ വെട്ടി ചുറ്റും ഇതൊക്കെ ലാമിനേഷനൊക്കെ ഞങ്ങൾ തന്നെ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ മരമൊക്കെ വരച്ച്. പക്ഷെ അന്നൊക്കെ കാണാൻ രാത്രി ഇത് കണ്ട് ഞാൻ പേടിക്കേനു കേട്ടോ. ചില ദിവസങ്ങളിൽ ഇതൊരു ഭൂതത്തിനെ പോലെ ഇങ്ങനെ നിൽക്കേനു. പിന്നെ അഡ്ജസ്റ്റ് ആയി. പിന്നെ എൻ്റെ ഷോക്കേസ്, ഇതിൽ ഞാനിങ്ങനെ കുറേ ബുക്സൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ബുക്സൊക്കെ വായിച്ച് അതൊക്കെ അവിടെ കിടക്കും. പിന്നെ അല്ലാണ്ട് കുറേ ഓർമ്മകളുള്ളത് കേട്ടോ. ഈ ബോട്ടിലൊക്കെ കണ്ടില്ലേ, ഇതിലും ഉണ്ട് കുറേ ബോട്ടിലൊക്കെ. ഇതാരാന്നറിയോ? ഇത് ഞാനും എൻ്റെ സിസ്റ്ററുമാണ്. ആ ചെറിയ കുട്ടിയാണ് ഞാൻ, വലുത് എൻ്റെ സിസ്റ്റർ. ഈ ബോട്ടിൽ കണ്ടോ, ആ ബോട്ടിൽ ഞാൻ വരച്ചതാണ്. ഇങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസ് നോക്കി വരച്ച ബോട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഏതോ ഈ വിറകിൻ്റെ ചോട്ടിലൊക്കെ കിടക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മളെ കഴിവിനെ ഒന്നും ആരും അംഗീകരിക്കുന്നില്ല ഗൈസ്. ഇതാണ് എൻ്റെ പണിശാല കേട്ടോ. എവിടെ നിന്നാണ് ഞാൻ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് എല്ലാ ഈ കുയിത്തെറുമ്പ് പണികളും ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ കുറേ ബോട്ടിൽസൊക്കെ ഞാൻ ചാക്ക് കണക്കിന് ബോട്ടിൽസ് ആ സമയത്ത് ബോട്ടിൽ ആർട്ട് ഒരു ട്രെൻഡായിരുന്നല്ലോ ഒരു സമയത്ത്. ആ സമയത്ത് ഞാനിങ്ങനെ എവിടെ ഈ കള്ളുകുപ്പി കണ്ടാലും ഞാൻ പെറുക്കിക്കൊണ്ട് വരിക, എന്നിട്ട് കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവെക്കും. ഇതൊക്കെയാണ് എൻ്റെ പണിയായുധങ്ങൾ. അതൊക്കെ ഇപ്പോൾ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഒരുപാടുണ്ട്. ഈ ടേബിൾ എന്ന് പറയുന്നത് എൻ്റെ ഇത് തുറന്നാൽ കാണാം എൻ്റെ കുറേ എന്താ പറയുക പഴയ ഓർമ്മകൾ ഇതിൽ കിടക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മകളൊക്കെ അവിടെ കിടക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് വേറൊരു സൂപ്പർ ഐറ്റം കാണിച്ചു തരാം. ഇത് ഞങ്ങളെ വേസ്റ്റൊക്കെ ഇടുന്ന റൂമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് 90s മോഡൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്. ഇത് നമ്മളെ പുരാവസ്തുവായിട്ട് ഇവിടെ വെച്ചതാണ് കേട്ടോ. എല്ലാ കാലത്തും ഉപയോഗിച്ച് വെച്ച TV ഇവിടെ ഇങ്ങനെ പുരാവസ്തുവായിട്ട് കിടപ്പുണ്ട്. ഇത് ഈ അടുത്ത കാലത്ത് ഒരു 2020 2015 വരെ ഇത് വർക്ക് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോഴും ചിലപ്പം വർക്ക് ചെയ്യായിരിക്കും. ഇത് മാത്രമല്ലേ, ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത കാലഘട്ടത്തിലുള്ള TV ആണ് ഇത്. അങ്ങനെ കുറേ പുരാവസ്തു ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്.
ഇനിയും വൈകിയാൽ നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പം നമുക്ക് വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇന്നിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ എന്നറിയാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയി നോക്കിയാണേ. അപ്പം നല്ല ചട്ടിയിൽ ചുട്ട എന്തോ ഒരു മോഡൽ അപ്പം, ഇത് പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ഇതുവരെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇത് കഴിച്ചില്ല, ഇപ്പം പുതിയതായിട്ടുണ്ടായതാണ്. ഓരോ സമയം ഞാനിങ്ങനെ ഓരോ സമയത്ത് വരുമ്പോഴും ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഇവിടെ വരും. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ അത് മതിയല്ലോ, ഇതെങ്ങനെ ഉണ്ടാക്കുന്ന എന്തിനുണ്ടാക്കിയതെന്ന് നമുക്കറിയണ്ട, കഴിച്ചാൽ മതിയല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് കിച്ചൺ കാണിച്ചു തരേ. ഇതാണ് ഞങ്ങളെ കിച്ചൺ. എൻ്റെ അമ്മക്ക് കിച്ചണിന് കുറച്ച് എത്ര വലിപ്പം ഉണ്ടെങ്കിലും മതിയാവില്ല, കിച്ചൺ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വരകൾ കുറേ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടെന്ന്, അതുപോലൊരു വരയാണ് കേട്ടോ ആ കാണുന്നത്. ഇത് ഞാൻ എന്താ ഇവിടെ ഇലക്ഷൻ്റെ ടൈമിന് അങ്ങനെ എന്തോ സമയത്ത് രാഹുൽ ഗാന്ധിനെ കുപ്പിയിലിട്ട് വരച്ച് വെച്ചതാണ്. പക്ഷേ അതൊക്കെ ഇപ്പം മൂലയിൽ കിടക്കുകയാണ്, ആർക്കും വേണ്ടാണ്ട് പൊടി പിടിച്ച്. അങ്ങനത്തെ നമ്മളെ ചായ കുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തിറങ്ങിയാണ്. ചക്കയും മാങ്ങയും ഒക്കെ കാണാൻ, അതൊക്കെ എന്തായി എന്നൊക്കെ അറിയണമല്ലോ. പക്ഷെ അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് കേട്ടോ. നമ്മളെ ഫാദർജിയും മദർജിയും കൂടി ഇവിടെ കിടന്ന് നല്ല പണിയിലാണ്. റമളാൻ വരുമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഞാനിതിലിങ്ങനെ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിങ്ങനെ എസ്കേപ്പ് അടിച്ച് പോവുകയാണേ. എല്ലാവരും ഭയങ്കര പണിയെടുക്കുമ്പോൾ ഞാനിവിടെ കിടന്ന് കുറച്ച് വീഡിയോയൊക്കെ എടുത്ത് അങ്ങനെ വാട്ടടിച്ച് നടക്കാമെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വാപ്പ ഒരു സാൻഡ് പേപ്പർ തന്നിട്ട് എന്നോട് പറയാം, ഇത് പോലൊന്ന് ഉരച്ച് നോക്ക്, പെട്ടെന്ന് ക്ലീനായി കിട്ടും. അങ്ങനെ ഇരുന്ന് ഞാൻ ഉരപ്പ് തുടങ്ങി. ഒരുപാട് നേരം ഞാൻ ഇരുന്ന് ഉരച്ച് എൻ്റെ പണി തീർന്ന്. അതിൻ്റെ ഇടയ്ക്ക് വാപ്പ എനിക്ക് വേറൊരു ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞ് നൈസായിട്ട് മുങ്ങുകയും ചെയ്ത്. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി ഉരപ്പ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാനങ്ങ് മുങ്ങി കേട്ടോ. പിന്നെ വാപ്പ തന്നെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ പഴയ കസേര റമളാൻ മാസം ആകുമ്പോഴേക്ക് പുതുക്കി പണിയാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുങ്ങിട്ടോ. ഇനി അധികം നിന്ന് ഇനി അടുത്ത പണി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് മുങ്ങി നേരെ അടുക്കളയിൽ പൊന്തി. ഇവിടെ ഉമ്മ ഉണ്ടാക്കി വെച്ച നല്ല കേക്കും പിന്നെ ഉമ്മേൻ്റെ സ്പെഷ്യൽ എനർജി ഡ്രിങ്കും ഒക്കെ ഉണ്ടായിന്. ഇത് നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. എൻ്റെ അമ്മാൻ്റെ സ്പെഷ്യൽ ആണ്. നല്ല കാരക്കയും നട്ട്സൊക്കെ ഇട്ട് പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് അല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് അല്ല, പക്ഷെ അടിപൊളിയാണ്. അതൊക്കെ കഴിച്ച് ഡ്രിങ്കൊക്കെ ഈ പണിയെടുത്തവർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനും ഇതൊക്കെ കുടിച്ച്. ഇതെൻ്റെ സ്വന്തം മുല്ലച്ചെടിയാണ്. ഞാൻ ആറ്റുനൂറ്റ് പണ്ട് കുഴിച്ചിട്ട മുല്ലച്ചെടിയാണ്. പണ്ട് നമ്മളൊക്കെ കുട്ടികളാകുമ്പോൾ ഭയങ്കര ആഗ്രഹിക്കില്ലേ മുല്ലപ്പൂവിനോടൊക്കെ, അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളെ ഇവിടെ ഒന്നും മുല്ലപ്പൂ ഇല്ലായിരുന്നു, ഉള്ളത് വേറൊരു വീട്ടിലായിരുന്നു. അവിടെ ആണെങ്കിൽ വലിയൊരു പൊട്ടക്കിണറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് പോകാനേ സമ്മതിക്കില്ലായിരുന്നു. അതൊക്കെ ഒരു കാലം. ഈ ചെടികളൊക്കെ ഒരു സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ സ്റ്റോക്കാണ് ഇതൊക്കെ. എവിടെ പോയാലും ചെടികളും കൊണ്ട് വരുന്ന ഒരു ചെറിയ അസുഖമുണ്ട് ഉമ്മക്ക്. അതുകൊണ്ട് പണ്ടൊക്കെ ഞാനിതിന് ഭയങ്കര എതിരായിനെ, ഇങ്ങനെ എവിടെ പോയാലും ഒരു ചെറിയ ചെടിയും പൊട്ടിച്ചുകൊണ്ട് വരും. പക്ഷേ ഇപ്പോൾ ഇത് വളർന്ന് വലുതായി നോക്കുമ്പോൾ ചെറിയ ചെടികളൊക്കെ വളർന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ ഓരോ ചട്ടിയിലായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ അലോവേര പക്ഷെ എൻ്റെതാട്ടോ. ഞാൻ എവിടുന്നോ ഒന്ന് കുഴിച്ചു, നല്ല മുടിക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എവിടുന്നോ ഒന്ന് കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചതാ. പക്ഷേ കുഴിച്ച് വെച്ചതിൻ്റെ മാത്രം അവകാശം എനിക്കുള്ളൂ കേട്ടോ. വളർത്തി ഇത്രയും ആക്കിയത് എൻ്റെ ഉമ്മയാണ്. അങ്ങനെ ഒരു പണിയുമില്ലാന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു ദിവസം കുറേ പണികളുമായിട്ട് കേട്ടോ അവസാനിച്ചില്ലേ, ഒരു മുക്കാലെത്തിയിട്ടേ ഉള്ളൂ. ഇനിയും അങ്ങോട്ട് കിടക്കുക ഒരുപാട് പണി. ഈ ഐസ്ക്രീം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. നമ്മളെ ഈ സേമിയ പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഞങ്ങളെ ഫേവറേറ്റ് ഐസ്ക്രീമാണ്. എപ്പോൾ പോയാലും ഇതും വാങ്ങിച്ചാണ് വരുന്നത്. അപ്പോൾ ഇനി ഞാനിതൊക്കെ കഴിച്ചിരിക്കട്ടെ, അത്രയൊക്കെ ഉള്ളൂ. ബായ്.